അത് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയാണ്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ പിതാവും ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇന്ന് ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ക്രിസ്റ്റീന, ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രതികളായ 6 പേരുടെ ജാമ്യ ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജാമ്യ ഹർജിയിന്മേൽ വിശദമായ വാദം കേട്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം അത് ഗൗരവതരമെന്ന കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. ഷഹബാസിന്റെ പിതാവാണ് ഇവരുടെ ജാമ്യ ഹർജി അല്ലെങ്കിൽ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇവരുടെ പരീക്ഷാ ഫലമടക്കം സർക്കാർ തടഞ്ഞു വെച്ച ഘട്ടത്തിൽ സർക്കാരിനോട് അതിരൂക്ഷ വിമർശനത്തിലാണ് കോടതി പെരുമാറിയത്. കോടതി ഈ ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഇവർക്ക് തുടർ പഠനത്തിന് അഡ്മിഷൻ എടുക്കാൻ കോടതി ഒരു ദിവസം സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് നിലവിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ മൗലികാവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജാമ്യ ഹർജിയിന്മേൽ എന്ത് നിലപാടായിരിക്കും എന്നുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട്. രാവിലെ തന്നെ ഒരുപക്ഷെ 11 മണിയോടുകൂടി തന്നെ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് ഈ ജാമ്യ ഹർജിയിന്മേൽ വിധി പറയുന്നത്. ക്രിസ്റ്റീന, വിഷ്ണു, സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു ശിക്ഷ ഈ കേസിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ കോടതിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. അതിൽ ഈ വിദ്യാർത്ഥികൾ എന്ന പരിഗണന ഇവർ അർഹിക്കുന്നില്ല, പരിഗണന ഇവർക്ക് നൽകാൻ പാടില്ല, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലാകും എന്നുള്ളതായിരുന്നു കുടുംബം പ്രധാനമായി ഉയർത്തിയിരുന്ന ഒരു വാദം. പക്ഷേ ഈ കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ഈ വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷ ഈ വിദ്യാർത്ഥികൾ വെച്ച് പുലർത്തുന്നുണ്ടോ? കുടുംബം ഒരു ആശങ്കയോടുകൂടി ഈ കാര്യങ്ങളെ കാണുന്നുണ്ടോ വിഷ്ണു? സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയും അവർക്ക് അനുകൂലമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ട്. സർക്കാർ ഈ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ച ഘട്ടത്തിലൊക്കെ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഈ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് തന്നെ ഇവരുടെ തുടർ പഠനം അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. പക്ഷേ അത് തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഇത്തരത്തിൽ ഇവർക്ക് ഒരു ദിവസം പൂർണ്ണമായി നൽകി അഡ്മിഷൻ എടുക്കാനടക്കം സമയം നൽകിയത്. പക്ഷേ ഈ ജാമ്യ ഹർജിയിലേക്ക് വരുമ്പോൾ കേസിന്റെ മെറിറ്റ് അടക്കം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ കോടതിക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ 2 തവണ സ്വീകരിച്ച നിലപാടായിരിക്കും ഒരുപക്ഷെ അതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ടി കെ ശരി, താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്.